Good afternoon. Good afternoon, ma'am. Okay, we can start. കുട്ടീസൊക്കെ ഉറക്കമാണോ? പ്രയറിന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? Good afternoon, ma'am. Good afternoon. Okay, anyone is ready to do prayer, please? മക്കൾ സൈലന്റ് മതി, അല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രയറോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, സെമിനാർ എടുക്കാൻ ആരെങ്കിലും റെഡിയാണോ? എന്തെങ്കിലും ടോപ്പിക്സ് അങ്ങനെ എടുക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് നാളെയും പിന്നെ നാളത്തെ നൈറ്റും കൂടി ക്ലാസ് ഉണ്ടാവും. യെസ്, മുബീന റെഡിയാണോ? Quality ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി. യെസ്. ഇപ്പൊ എടുക്കുവാണോ? ഓക്കെ മാം. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാം പറയണം. ഓക്കെ, ഞാൻ തുടങ്ങാം. യെസ് പ്ലീസ്. Good afternoon all. I'm Mubina. Welcome to our seminar. The topic is quality of faculty. A highly competent teacher does not mean a high quality teacher. Sorry ma'am, ഇടയ്ക്ക് വന്നിട്ട്. ഒരു നല്ല കഴിവുള്ള ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു യോഗ്യത കൂടുതലുള്ള ടീച്ചർ എന്നുള്ളതല്ല. അതായത് ആ ഫാക്കൾട്ടിക്ക് വേറെ പല കാര്യങ്ങളിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്വാളിഫിക്കേഷന് തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. ഫാക്കൽറ്റി ഷുഡ് പോസസ് റെലവൻറ്റ് അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഇൻ ദെയർ ഫീൽഡ്. അത് ഒരു ഫാക്കൽറ്റിക്ക് നല്ലതായ അക്കാഡമിക് ക്രെഡിറ്റ്സ് ഉണ്ട്. അതോടുകൂടി തന്നെ എന്താ, അത് പിന്നീടുള്ള ഓരോ സമയങ്ങളിലും അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഒരു ആദ്യം പഠിച്ചു വെച്ചാൽ അത് മാത്രമായത് ഓരോ കാലത്തിനനുസരിച്ചിട്ട് ഇയർ വൈസ് അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് കൂടി അതൊരു അപ് ടു ഡേറ്റ് ആയിരിക്കണം ആ ഫീൽഡിൽ. നെക്സ്റ്റ് ടീച്ചിങ് എഫക്റ്റീവ്നെസ് ആണ്. ഫാക്കൽറ്റി ഷുഡ് ബി സ്കിൽഡ് ഇൻ പെഡഗോഗി, അസസ്മെന്റ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഫാക്കൽറ്റിക്ക് ഇപ്പോൾ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ടുള്ള വിവരം, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നല്ല വിവരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. അതായത് കുട്ടികളോട് പെരുമാറാനും ആ കുട്ടികളെ ആ ക്ലാസ്സിൽ ഇരുത്താനും എല്ലാത്തിനും ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നീട് പറയുന്നത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആണ് പറയുന്നത്. Faculty should contribute to their field through research, publications, and innovative practices. ഒരു സബ്ജക്റ്റ് പോയി ടീച്ചർ ആവുമ്പോൾ പല കാര്യങ്ങളിലും അപ് ടു ഡേറ്റ് ആയിട്ട് റിസർച്ച് ചെയ്ത് തൻ്റെതായ കോൺട്രിബ്യൂഷൻ അതിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഒരു മാത്സ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന വിധത്തിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ടീച്ചർക്ക് സിമ്പിൾ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കഴിവും കൂടെ ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ആൻഡ് സപ്പോർട്ട്, അതുമാതിരി ആ ഫാക്കൽറ്റിക്ക് ഉണ്ടാവേണ്ടതാണ്, പ്രത്യേകമായിട്ട് ഉണ്ടാവേണ്ട ഒന്നാണ് സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഫാക്കൽറ്റി ഷുഡ് ഫോസ്റ്റർ എ സപ്പോർട്ടിംഗ് ലേണിംഗ്
supportive learning environment, provide guidance and encourage students participation. കുട്ടികൾക്ക് അതിനു വേണ്ട നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഫാക്കൾട്ടിക്ക് കഴിയണം. അടുത്തത് പറയുന്നത് ഇങ്ങനെയുള്ള ഫാക്കൾട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുണ്ടെങ്കിലും അവർ ഏറ്റവും നല്ലൊരു ഫാക്കൾട്ടിയെ തിരഞ്ഞെടുക്കാനാണ് നോക്കുന്നത്. അപ്പം അതിന് നല്ലതായ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, നല്ല റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. ഇംപ്ലിമെന്റ് റിഗറസ് ഹയറിംഗ് പ്രോസസ് ടു അട്രാക്ട് ടോപ്പ് ടാലന്റ്. നല്ലതായിട്ട് ഇതുള്ള അവർ അതിനുള്ള ഇത് കൊടുക്കും. റിക്രൂട്ട്മെന്റിൽ ഇപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സിന് നല്ല ഇപ്പോൾ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ നല്ല അട്രാക്ട് ചെയ്യാനുള്ള വഴികൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന് നോക്കും. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫാക്കൾട്ടി ടു എൻഹാൻസ് ദെയർ ടീച്ചിങ്, റിസർച്ച് ആൻഡ് സർവീസ് സ്കിൽസ്. അതിന് ആ ഫാക്കൾട്ടിക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, റെഗുലർലി അസസ് ഫാക്കൾട്ടി പെർഫോമൻസ്, പ്രൊവൈഡിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇപ്പോൾ കോളേജൊക്കെ ആകുമ്പോൾ ഉണ്ടാവാറുണ്ട്, ടീച്ചേഴ്സിനെ ഒരു ഫീഡ്ബാക്ക് എഴുതിപ്പിക്കും കുട്ടികളെ കൊണ്ട്. ഇപ്പോൾ ഓരോ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ഗുഡ് ബാഡ് അങ്ങനെ ഉള്ള ടിക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ ആ ടീച്ചർക്ക് എവിടെയാണ് ഡ്രോബാക്ക് എന്താണ്, അതല്ലെങ്കിൽ ആ ടീച്ചർ നല്ല ഇതെന്താന്നുള്ളത് അതിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് ഉള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ മെന്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട്, പെയർ എക്സ്പീരിയൻസസ് ഫാക്കൾട്ടി വിത്ത് ന്യൂ ഹെയർസ് ഓർ ദോസ് ഹൂ നീഡ് ഗൈഡൻസ്. ആ ഫാക്കൾട്ടിക്ക് വേണ്ട ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത്. ഇമ്പാക്റ്റ് ഓഫ് ഫാക്കൾട്ടി ക്വാളിറ്റി, അടുത്തത് പറയുന്നതാണ് ഇമ്പാക്റ്റ് ഓഫ് ഫാക്കൾട്ടി ക്വാളിറ്റി. ഒന്നാമത് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ്. നല്ലൊരു ഫാക്കൾട്ടി ആവുകയെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല സ്റ്റുഡൻസ്. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു മാത്സ് തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫസ്റ്റ് തൊട്ട് അതിൻ്റെ ബേസ് നന്നായിട്ട് കിട്ടിയാലേ ഉള്ളൂ അത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ആ കുട്ടിക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ബേസ് തന്നെ കുട്ടിക്ക് ശരിയായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചെറിയ അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും കുട്ടിക്ക് ചെയ്യാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതിന്റെ പിന്നെ വലിയ വലിയ ഇംപ്ലിമെന്റേഷൻ ആവും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവില്ല. പക്ഷെ നല്ലൊരു ഫാക്കൾട്ടി ആവുമ്പോൾ അത് ആ കുട്ടിയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അത് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട് എന്നുള്ളത് ഫാക്കൾട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഹൈ ക്വാളിറ്റി ഫാക്കൾട്ടി കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ്ഡ് സ്റ്റുഡൻസ് ലേണിംഗ്, റിട്ടൻഷൻ ആൻഡ് ഗ്രാജുവേഷൻ റേറ്റ്സ്. അപ്പോൾ നല്ല ഫാക്കൾട്ടി ആകുമ്പോൾ എന്തുണ്ടാവും, നല്ല കുട്ടികളൊക്കെ പാസ്സായിട്ട് നല്ല ഇതും കൂടെ ഉണ്ടാവും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്യൂട്ടേഷൻ, അതായത് ഏറ്റവും കൂടുതൽ വിജയ ശതമാനമൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള കുട്ടികളെ വിടുള്ളൂ. അപ്പം നല്ലൊരു ഫാക്കൾട്ടി ആകുമ്പോൾ നല്ല വിജയ ശതമാനം ഉണ്ടാവും. അപ്പം അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെ റെപ്യൂട്ടേഷന് അത്. പിന്നെ അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സ്. നമ്മളൊരു സ്കൂളിൽ കുട്ടിയെ ചേർക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേറെ പാരൻസിനോട് ചോദിക്കുക അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അവരുടെ സ്വഭാവം, ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്ന രീതി, പെരുമാറുന്ന രീതി, ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അത് നല്ലൊരു ഫാക്കൾട്ടി ആകുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന് അതൊരു റെപ്യൂട്ടേഷന് നല്ലൊരു ഇതാണ്. അടുത്തത് റിസർച്ച് പ്രൊഡക്ടിവിറ്റി, ഫാക്കൾട്ടി റിസർച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ഔട്ട്പുട്ട് ആൻഡ് റെപ്യൂട്ടേഷൻ. ഇത് പിന്നെ പറയുന്നത് ഇതിന് ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, there are basically 4 dimensions of an effective ക്വാളിറ്റി ടീച്ചർ എന്നുള്ളത്. ഒരു ക്വാളിറ്റി ടീച്ചർക്ക് വേണ്ട 4 ഡയമെൻഷൻസ്. ഒന്നാമത്തേത് പറയുന്നത് അക്കാഡമിക് കോമ്പിറ്റൻസ്. അതെല്ലാതും പറയുന്ന പോലെ തന്നെ ടീച്ചർക്ക് നല്ല അക്കാഡമിക് കോമ്പിറ്റൻസ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള കൂടുതലായിട്ട് അതും കൂടെ വേണം. എവിടെ ഇപ്പോൾ ഒരു 2 ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ നല്ല അക്കാഡമിക് ആയിട്ട് നല്ല മാർക്ക് ഉണ്ട്, ആ ടീച്ചർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും പഠിപ്പിച്ചെടുക്കാനുള്ള കഴിവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചറെ തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അക്കാഡമിക് ആയിട്ടും വേണം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങളിലുള്ള നോളജും കൂടെ നന്നായിട്ട് വേണം. അടുത്തത് പറയുന്നത് ടീച്ചിങ് സ്കിൽസ് ഫോർ ദ റെലവൻറ്റ് സബ്ജക്റ്റ്. ആ ടീച്ചർക്ക്
effective methods and strategies to teach the subject, making it accessible and engaging for students. അപ്പോൾ അത് ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചെടുക്കാൻ ടീച്ചറുടേതായ മെത്തേഡുകൾ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ ക്ലാസ് വീണ്ടും കേൾക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ അത് വേണം. പിന്നീട് പറയുന്നത് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻറ് സൈക്കോളജി. ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതാണ് സ്റ്റുഡൻസിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ കഴിയണം. ചില കുട്ടികൾ ഭയങ്കര ദേഷ്യമുള്ള കുട്ടികളാവും. അപ്പൊ ടീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ ദേഷ്യം കൂടുകയെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ക്ലാസ് റൂം ആയിരിക്കില്ല. അപ്പൊ കുട്ടികളുടെ ആ ദേഷ്യത്തെ കുറക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുമ്പം എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെയുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ടീച്ചേഴ്സും കൂടെ അതിലൊരു അറിവുള്ള ആളാന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ പറയുന്നത് കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ ടു ടീച്ചിങ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ടീച്ചേഴ്സിന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ഇത് കുട്ടികളെ ടീച്ചർ വെറും ഒരു ഡ്യൂട്ടി ആയിട്ട് കാണാതെ അത് കുട്ടികൾക്ക് മനസ്സിലാക്കാനാണ്, കുട്ടികളെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് ടീച്ചേഴ്സ് ചിന്തിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നടത്തണം. പിന്നീട് അതിൽ തന്നെ ഉള്ളതാണ് മോട്ടിവേഷണൽ സ്കില്ല്. ടീച്ചേഴ്സിന് ഇപ്പം കുട്ടികൾക്ക് മാർക്കൊക്കെ കിട്ടുമ്പം കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യുമ്പോൾ അത് നന്നായി അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞു മാം. സോ വെരി ഗുഡ്. ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് സറൗണ്ടിങ്സ്, അതിനൊരു ആംബിയൻസ് വേണം. വീണ പറഞ്ഞതിന് ഞാനന്ന് ഏറ്റവും നക്ഷറിലേക്ക് കൊണ്ടുവന്ന ഒരു ആംബിയൻസ്. ആംബിയൻസ് പറഞ്ഞ ഒരു പ്ലീസിങ് എൻവയോൺമെന്റ്, ലൈക്ക് എൻവയോൺമെന്റ് ക്യാൻ ബി എനി ടൈപ്സ്. അത് ആംബിയൻസ് ആയി മാറുമ്പോഴേക്കും അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആയിരിക്കും. കുട്ടികൾക്കും ടീച്ചർമാർക്കും ഒരു ഗുഡ് ഫീൽ ആയിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ quality of the faculty. സോ എനിവേ വി ഓൾ നോ ദാറ്റ് വി ഓൾ ഷുഡ് നീഡ് ചില സമയത്ത് ഒരു എന്താ പറയാ ഒരു അഴിച്ചുപണി, ഒരു എന്താ പറയാ മെയിൻ്റനൻസ് വർക്ക് നമുക്ക് എല്ലാവർക്കും വേണമെന്ന് പറയുന്ന പോലെ തന്നെ അതിപ്പോ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിലും അവർക്കും വേണം ഒരു തേച്ചു മിനുക്കുന്ന ഒരു മെയിൻ്റനൻസ് വർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ അത് ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഡേ അതായത് ഫ്രൈഡേ സെമീനയും ഹരിതയും കൂടെ ആ ഒരു സൂപ്പർവിഷന്റെ ആ ഒരു ക്ലാസിഫിക്കേഷന്റെ കാര്യങ്ങളിൽ ചില ടോപ്പിക്സ് അവർ പറയുന്നു പറഞ്ഞു. അതിന് ശേഷം അവർ പറയാത്ത പോർഷൻ എടുക്കാം. ഇന്ന് ഞാൻ യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോ മുബീന പറഞ്ഞ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടിയിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ വായിച്ചാൽ നല്ലപോലെ നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇനീഷ്യലി മാനേജ്മെന്റ് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് സരിജയും കാർത്തികയും പിന്നെ അനിമ, യെസ്, അവർ മൂന്നുപേരും അത് നല്ല ഭംഗിയായിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. കിടന്നൊക്കെയാണ് ക്ലാസ് കാണുന്നത്. സുഖമാണല്ലേ, എനിക്ക് കിടന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു വീഡിയോ ഒന്ന് ഓണായി ഞാനത് ഷെയർ ചെയ്യാം. യൂണിറ്റ് 7 ആണ്, മൊഡ്യൂൾ 4-ലെ. അവര് രണ്ടുപേരും ടോപ്പിക് എടുക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതുമായിട്ട് ഇതായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് അവരുടെ ഇത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തിരിച്ച് സൂപ്പർവിഷനിലെ ബാക്കി പോർഷനിലേക്ക് പോവാം. സ്ക്രോൾ ചെയ്യാൻ സമയം എടുക്കണം, അതുകൊണ്ടാണേ.
യൂണിറ്റ് 4 എടുത്തിട്ടില്ലല്ലോ മാം. എടുക്കാം. അതിപ്പോ എടുക്കണോ? അതാണ് വേണ്ടേ? ഞാൻ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടിയുടെ ആ ഒരു ടോപ്പിക് എടുത്തത് കൊണ്ട് ഞാൻ യൂണിറ്റ് 7 ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നീട് യൂണിറ്റ് 4 എന്തായാലും നമുക്ക് എല്ലാം എടുക്കണം. സോ യൂണിറ്റ് 4 ആണ് വേണമെങ്കിൽ യൂണിറ്റ് 4 എടുക്കാം. അങ്ങനെ ചോദിച്ചതാ. ഇല്ല മാം ഇഷ്ടമുള്ള പോലെ എടുത്തോ. എന്റെ ഇഷ്ടം അതല്ല, പിന്നെ ഇതിലെ ടോപ്പിക് എടുത്തത് കൊണ്ട് ഞാൻ വേഗം യൂണിറ്റ് 7ലേക്ക് വന്നു. യൂണിറ്റ് 4 ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇത് വരുന്നത്. മാനേജ്മെന്റ്, ആ ഒരു മാനേജ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, എല്ലാം ഇതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുവാണ്. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കണം, സെല് ചെയ്യണം. സോ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യമായിട്ട് സെല് ചെയ്യാൻ പോവാന്ന് വിചാരിക്കും. എന്ത് പ്രോഡക്റ്റ് ആയിട്ട് ഒരു സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പറഞ്ഞു. പിക്കിൾ. യെസ്, വെരി ഗുഡ്. പിക്കിള് നമ്മൾ സെല് ചെയ്യാൻ പോവാണ്. ഒരു ആളുകൾക്ക് കുറെ കൺസേൺ ഉണ്ടായിരിക്കും ഏത് പിക്കിളാണെങ്കിലും. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ ഗോൾ എന്താണ്? അത് ബിസിനസ് നല്ലപോലെ നടക്കണം, ഇത് നല്ലപോലെ സോൾഡ് ഔട്ട് ആവണം. സോ അതിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? സ്മോൾ ഷെയർസ് ഉണ്ടാക്കണം. ഇത് എല്ലാ ആളുകൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റിയിലാക്കണം. ചെറിയ സെഷൻ 100 ഗ്രാമോ 50 ഗ്രാമോ 250 ഗ്രാം, ഹാഫ് kg, അങ്ങനെ. അതായത് നമ്മളെല്ലാം മിഡിൽ ക്ലാസ്സിലേക്ക് പോയാലും ഹയർ ക്ലാസ്സിലേക്ക് പോയാലും ഇപ്പൊ ചില ഹോട്ടൽസിലേക്ക് അവർ വാങ്ങുന്നവരുണ്ട് പിക്കിൾസ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് വലിയ ജാറൊക്കെ വേണ്ടി വരും, 2 kg. അതൊക്കെ നമുക്ക് ആദ്യമേ ഓർഡർ എടുക്കാം. ഓക്കെ, വട്ടവർ നിങ്ങൾ ഫസ്റ്റ് സെല് ചെയ്തു. സെക്കൻഡ് ടൈം നിങ്ങൾക്ക് ഓർഡർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് സെല് ചെയ്ത പിക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ പിക്കിൾ എങ്ങനെയുള്ളതായിരിക്കണം? ക്വാളിറ്റി നല്ല ടേസ്റ്റി ആവണം. ടേസ്റ്റി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് മീറ്റ്സ് ക്വാളിറ്റി, അല്ലെ? ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും അമിതമായി ചേർക്കുകയോ ഒന്നും ചെയ്യരുത്. ആ രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇത് തന്നെയാണ് എഡ്യൂക്കേഷന്റെ കാര്യത്തിലും. അതായത് ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിന് എന്താണ് ആവശ്യം? ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ആണ്, അല്ലെ? അതാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. സോ ഐ തിങ്ക് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷന്റെ ഗോൾ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓറിയന്റഡ് തന്നെയാണ്. ഞാനിപ്പോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th വരെയൊക്കെ ഭയങ്കര ഈസിയാണ് കുട്ടികൾ. 10th കഴിയുമ്പോഴേക്കും ബയോമാത്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, നമുക്ക് ആ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. മേ ബി ചെറിയൊരു കൺഫ്യൂഷൻസ് വരും, ഏതിന് പോകണം, അങ്ങനെ കൺഫ്യൂഷൻ വന്നാലും ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ആഫ്റ്റർ 12th എന്ത് ചെയ്യണം? ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഞാനിവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് മോളുടെ 12th കഴിഞ്ഞല്ലോ, സ്ട്രഗിൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അവർക്കൊക്കെ ഓരോ പ്ലാൻസ്, ഗോൾസ് ഉണ്ട്. അപ്പം ചില കോഴ്സിന്റെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമാജിനേഷൻ അപ്പുറത്തേക്ക് പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിനുള്ള സോഴ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു പോകുന്ന രീതിയിൽ ഫീസുള്ള ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് അങ്ങനെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കി നമുക്കൊരു റെഫറൻസ് ഇല്ല. അപ്പൊ ഒരു കോഴ്സിന് ചേർക്കാന്ന് വെച്ചാൽ ആ കോഴ്സ് പഠിച്ച് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണെങ്കിലും ആ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരാൾ റെഫറൻസ് ഉണ്ട്, നമുക്ക് പരിചയമുണ്ട്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഇതൊരു റെഫറൻസ് പോലും ഇല്ലാത്തൊരു കോഴ്സാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലേക്ക് വെച്ച് പോകുന്നത്. അതിന് പൈലറ്റ് ആവണം. ഞാനിങ്ങനെ ഇന്ന് സെർച്ച് ചെയ്യുക ഇന്ത്യസ് ബെസ്റ്റ് ഫ്ലൈറ്റ് അക്കാദമി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുഴുവൻ എന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ അതാണ്. അപ്പൊ സെർച്ച് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ 10-12 ബെസ്റ്റ് അക്കാദമീസ് ഒക്കെ കാണുന്നുണ്ട്. ആൾക്കാർ ഭയങ്കര റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട്, ചില ടീച്ചർ മോശം റിവ്യൂ ഇടുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്കൊരു റെഫറൻസ് കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് ഹസ്ബൻഡിന്റെ നാട്ടിലുള്ള ഒരാളെ കിട്ടി. അയാൾ പൈലറ്റ് ആണ്. പക്ഷെ പുള്ളി എയർഫോഴ്സിൽ പോയിട്ട് അവിടെ നിന്ന് പൈലറ്റ് ആവുമായിരുന്നു. ആളുടെ മകനും ഫ്ലൈറ്റ് അക്കാദമിയിൽ പഠിക്കുകയാണ്. അപ്പൊ മകൻ എന്ന് പറഞ്ഞാൽ ബിടെക് കഴിഞ്ഞിട്ടാ പോയത്.
പുള്ളിക്കാരൻ പറയുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വിടുന്നതായിരിക്കും നല്ലത്. മീൻസ് കുറച്ച് മെച്യൂർ ആകും, തന്നെ താമസിക്കേണ്ടി വരും, കുറെ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ കുറെ പുള്ളിയുടെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇന്ത്യയിലുള്ള പല ഫ്ലൈറ്റ് അക്കാദമികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഇല്ല. സോ നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കാറ് പഠിക്കാനായിട്ട് പോകുന്നു അല്ലെ, കാറ് പഠിക്കാനായിട്ട് പോകുമ്പോൾ ആ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടില് നമ്മൾക്ക് ട്രെയിനിങ് തരാനുള്ള കാർ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അവിടെ ലൈസൻസ് പഠിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. സോ അങ്ങനെ എയർക്രാഫ്റ്റ് ഇല്ലാത്ത പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് പുറത്തുനിന്ന് ഹയർ ചെയ്യണം, ഇൻസ്ട്രക്ടർ വരുത്തണം. അപ്പൊ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ അങ്ങ് നീണ്ടുപോകും. നമ്മൾ എഡ്യൂക്കേഷൻ ലോണിന് ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ ചോദിക്കുന്നത് കോഴ്സിന്റെ ഡ്യൂറേഷനാണ്. കറക്റ്റ് ആയിട്ടൊരു ഡ്യൂറേഷൻ പറയാൻ പറ്റില്ല. ഇത്ര ഫ്ലൈ അവേഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് കിട്ടി കഴിയുമ്പോഴാണ് കോഴ്സ് കംപ്ലീറ്റ് ആകുക. അപ്പോഴല്ല ലൈസൻസ്. നോ പ്രോബ്ലം സിജി. അത് ഞാൻ അത്ര കാര്യമായിട്ടില്ല. ഇങ്ങനെ ഒരു തംസപ്പ് വന്നേ, അതുകൊണ്ടാണ് സിജി പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ടോപ്പ് ക്രൂ അവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് രാജസ്ഥാനിൽ കണ്ടു. അപ്പൊ എനിക്ക് രാജസ്ഥാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരു സ്ഥലം. അപ്പൊ ഞാൻ അവരുടെ അന്വേഷണം ചെയ്യുന്നു. പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്യുമ്പോഴൊന്നും ടോപ്പ് ഫ്ലൈറ്റ് അക്കാദമിയിൽ ഇവരുടെ പേരില്ല. ഞാൻ പിന്നെ അവരോട് ഡയറക്റ്റ്ലി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് അതിലില്ലാത്തതെന്ന് ചോദിച്ചു. ഗൂഗിളിലാണല്ലോ നമ്മൾ എന്തിനും ഒരു റെഫറൻസ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവര് ഫോറിൻ കൺട്രിയിലെ ഒരു ഫ്ലൈറ്റ് അക്കാദമി ആയിട്ട് ടൈഅപ്പ് ചെയ്താ ചെയ്യുന്നതെന്ന്. അവരുടെ ഫീസ് ഭയങ്കര കൂടുതലാണ്, 80 ലക്ഷത്തിനടുത്ത് വരും അവരുടെ ഫീസ്. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ബാക്കി ഫ്ലൈറ്റ് അക്കാദമിയിൽ 50 ലക്ഷം വരുമ്പോ ഇവർക്ക് 80 ലക്ഷം, അതെന്താ ഇങ്ങനെയെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അത് 1 കോടി കൊടുത്താൽ നമ്മൾക്ക് ജോബ് അഷുറൻസ് ആണ്. അപ്പൊ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഒരു പൈലറ്റ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരാളെ കണ്ടുപിടിച്ച, അയാളുടെ മോനെ പുള്ളി 1 കോടി കൊടുത്ത് ഒരു ഫ്ലൈറ്റ് അക്കാദമിയിൽ ചേർത്തേക്കുവോ ഇന്ത്യയുടെ എന്ന് പറഞ്ഞ കോഴ്സ് കഴിയുന്നതേ അവര് ജോലി റെഡിയാക്കി കൊടുത്തു. പിന്നെ വൺസ് ജോബ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി ഭയങ്കര കേട്ടോ, ടാക്സിലൊക്കെയാണല്ലോ. അപ്പൊ ഈ കൊച്ചിനെ അങ്ങനെ വിട്ടേക്കുക. അല്ലെങ്കിൽ പിന്നെ ഇവര് കോഴ്സും കഴിഞ്ഞിട്ട് കഷ്ടപ്പെടണം, ജോലി അന്വേഷിച്ച് 45-50 ലാക്സിന്റെ കോഴ്സിനൊക്കെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി അന്വേഷിച്ച് കഷ്ടപ്പെടണം. അപ്പൊ പുള്ളി നോക്കിയപ്പോ സേഫ് അതാണ്, ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ അങ്ങനെ തല പോവുകയായിരുന്നു ഇതൊക്കെ കേട്ടിട്ട്. കാരണം നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യുക, ദാറ്റ്സ് വെരി ടഫ്. അങ്ങനെ അപ്പൊ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു ഡിഗ്രി എടുത്തിട്ട് പോകും, സയൻസിലോ എന്തിലും ഒരു ഡിഗ്രി എടുത്തു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഡിഗ്രി? എന്റെ അത്രയും 3 വർഷം പോവല്ലേ, ഞാൻ അതിനുള്ളിൽ ഞാൻ പൈലറ്റ് ആവില്ലേ, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നല്ല ബുദ്ധിമുട്ടിലാണ്, വെരി കൺഫ്യൂസിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മള് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ, ഞാനിപ്പോ ആ ഫ്ലൈറ്റ് അക്കാദമിയെ പറ്റി അന്വേഷിച്ചു, അവരുടെ രീതികളൊക്കെ അന്വേഷിച്ചു, അവരുടെ വെബിനാർ അറ്റൻഡ് ചെയ്തു, അവരുടെ ക്യാപ്റ്റൻ ഒരു വെബിനാർ നടത്തി, നമുക്ക് ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അങ്ങനെ വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്തു. അതൊക്കെ ഭയങ്കര നല്ലൊരു പ്രസന്റീവ് വേയില് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആട്ടോ ചെയ്യുന്നത്, ഫ്രോഡൊന്നുമല്ല. പക്ഷെ അവർ പറഞ്ഞ ഒരു രാജസ്ഥാനിൽ അവരുടെ ഫ്ലൈറ്റ് അക്കാദമി ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുക, അവരുടെ സ്വന്തമായിട്ട്. അതാവുമ്പോ ഫീസ് 45-50 ലാക്സ്. അപ്പൊ ന്യൂ അക്കാദമിയാണ്, അവർക്ക് 3 എയർക്രാഫ്റ്റ് സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് രാജസ്ഥാനിൽ ഇപ്പൊ ഇതിനു വേണ്ടി അന്വേഷിക്കാനും അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷനിലിരിക്കാം. ഒരു തീരുമാനമായാൽ ഞാൻ നിങ്ങളോട് എന്തായാലും പറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങള്, അതാണ് മാർക്കറ്റ് വാല്യൂ. നമ്മൾ നോക്കുവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാർക്കറ്റിൽ ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇപ്പൊ മൊബീന എടുത്ത ആ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി എന്നുള്ള അതിലേക്ക് നമ്മൾ ചെല്ലുന്നത്. പിന്നെ വരുന്ന സ്റ്റുഡൻസിന്റെ നീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന പോലെ സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ മെയിൻ ആളുകൾ, അവരാണ് താരം എന്ന് തന്നെ പറയാം. സ്റ്റുഡൻസിന്റെ നീഡ്സ് നല്ലതുപോലെ കിട്ടും. ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ, 1996 ഞാൻ പ്രീ ഡിഗ്രി സെൻട്രൽ സെസ്സിന്ന് ആയിരുന്നു ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത്. അപ്പൊ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങള് മാത്സ് ഗ്രൂപ്പുകാരായിരുന്നു. മാത്സ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിലായിരുന്നല്ലോ. മാത്സ് MPC, മാത്സ് ഫിസിക്സ് കെമിസ്ട്രി, പിന്നെ മറ്റേത് PCB, ഓപ്ഷണലായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഓപ്ഷണലായിട്ട് മാത്സ് എടുത്ത് അവർ മെഡിസിനും എഞ്ചിനീയറിംഗിനും രണ്ടിനും അപ്പയർ ചെയ്യുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാവരും തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോയത്. 101 പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ. ചിലര് മാത്രം മാത്സിൽ ഡിഗ്രി എടുത്ത് PG എടുത്ത് അങ്ങനെ ആ രീതിയിൽ പോയവരും. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 60% കുട്ടികൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോയത്. അപ്പൊ ഞങ്ങളുടെ ബാച്ചില് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കോയമ്പത്തൂര് കാരുണ്യ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കോളേജിനെ കുറിച്ച് കിട്ടിയിരുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കാനും പാടില്ല, ബോയ്സിന് തിരിച്ച് ഗേൾസ് ഇരിക്കുന്ന സൈഡിലേക്ക് നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഫേസ് ടു ഫേസ് നോക്കരുത്, ചിരിക്കരുത്, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ഈ കാരുണ്യം. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ ഗേൾസ് മാത്രം പഠിക്കുന്ന ഒരു ഇതിൽ നിന്ന് നമ്മൾ മിക്സഡ് ഒരു ഇതിലേക്ക് പോകുമ്പോഴേക്കും ഒരു ക്യൂരിയോസിറ്റി, ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇവരെ കാണുമ്പോൾ അവർ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയായിരുന്നു, അവിടുത്തെ സ്ട്രിക്ട്നെസ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പൊ അവിടെ കസ്റ്റമറിന്റെ നീഡ്സ് അത് മീറ്റ് ചെയ്യാം, അതൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. പിന്നെ ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ പിക്കിള് സെല്ല് ചെയ്തു, അപ്പൊ കസ്റ്റമർ പറയാണ് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, കുറച്ചും കൂടെ ഓയിൽ കുറയ്ക്കായിരുന്നു, എരിവ് കുറയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി എരിവ് കൂട്ടാമായിരുന്നു, പിന്നെ ഒരു മീറ്റിന്റെ ഒക്കെ പിക്കിൾ ഇടുമല്ലോ, അതിന്റെയൊക്കെ സൈസ് കുറച്ച് കുറയ്ക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂട്ടാമായിരുന്നു, അങ്ങനെയൊക്കെ പറയും. ഫിഷ് പിക്കിൾ ആണെങ്കിലും പിന്നെ മാംഗോ, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും കസ്റ്റമർ ചില കാര്യങ്ങൾ പറയുമല്ലോ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡേറ്റ്സ് ലൈം പിക്കിള് ഭയങ്കര ഇഷ്ടം. അത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, ചോറിന്റെ കൂടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇതിങ്ങനെ ലാസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മധുരം ജസ്റ്റ് തൊട്ട് കൂട്ടുന്ന പോലെ ഇത് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് ഇവരുടെ ക്യാൻറ്റീനിൽ നിന്നും കണ്ട അവിടുത്തെ അവര് വെച്ചത് വാങ്ങിച്ചോണ്ട് വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ കാണാനും ഒക്കെ ലുക്ക് വൈസ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് നല്ല കൂടുതലായിരുന്നു. നമ്മള് എന്ന് പറയും അതുപോലെ ഭയങ്കര എരിവായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഞാൻ അവരോട് പറഞ്ഞു എരിവ് കുറയ്ക്കണേന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഇതിൽ അവര് ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് കസ്റ്റമർ നീഡ്സ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാമാണ് ശരിക്കും നടക്കേണ്ടത്. ഏതൊരു മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കാര്യം വരുമ്പോൾ കസ്റ്റമറുടെ നീഡ്സ് മീറ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വേണം. ആ ഒരു എഡ്യൂക്കേഷൻ, നമ്മൾക്ക് ഇവിടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിക്കിൾസിന്റെ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫിയർ റിഡക്ഷൻ. ആദ്യമായിട്ട് കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റിയിലെ അമ്മമാരെ മാറുമ്പോഴേക്കും അവരങ്ങ് കരച്ചിലും ബഹളം തുടങ്ങും. അത് കുറയുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ റെക്കഗ്നീഷൻ, അപ്രീസിയേഷൻ, റിവാർഡ്, ടീം വർക്ക്, മെഷർമെന്റ്, ഇതെല്ലാം. പിന്നെ പ്രോബ്ലം സോൾവിങ്. ഇത് ശരിക്കും ഓരോ ക്ലാസ്സസ് നമ്മളെ ലെവല് നോക്കുമ്പോൾ KG സെഷൻ ആണെങ്കിലും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഓരോ ഇതിലും കുട്ടികൾ ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസ് കരിക്കുലത്തിലും നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതെല്ലാം ഇവരുടെ ലീഡർഷിപ്പ്, അതുപോലെ റീസണിങ്, അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യേണ്ട, കൂടുതൽ ക്വാളിറ്റിയിലേക്ക് എത്തേണ്ട രീതിയിലുള്ള അങ്ങനെയുള്ള ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് ഹയർ എഡ്യൂക്കേഷനിലും ഉണ്ടായിരിക്കണം. ആ രീതിയിലൊരു പ്രോസസ്, ആ രീതിയിലാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വരേണ്ടത്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിന്റെ ക്വാളിറ്റി, ഇപ്പൊ പിക്കിൾ മേക്കിങ്ങിലെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഉപ്പ് തുടങ്ങി എല്ലാം, എടുക്കുന്ന ഓയില്, പിന്നെ അതിന് വേണ്ടുന്ന മസാല പൗഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ മുളക് പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വാങ്ങിക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടറിൽ ഒതുങ്ങുന്നതല്ല. ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ അല്ലെ. എല്ലാ റിലേറ്റഡ് ഫങ്ഷൻസും ആക്ടിവിറ്റീസും എല്ലാം വരും ആ ഒരു അക്കാദമിക് ലൈഫ്. അതിപ്പോ കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ലെവലിലുള്ളതാണെങ്കിലും ശരി, ആ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യണം. പല ഏരിയകളും കൂടെ ചേരുമ്പോഴായിരിക്കും അത് ശരിയാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു ഇവാലുവേഷനും നടക്കണം. നമുക്കപ്പോ സൂപ്പർവിഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൂപ്പർവിഷന്റെ ഉദ്ദേശം എന്താണ്? ഡെവലപ്മെന്റ് അല്ലെ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ഡെവലപ്മെന്റ് ആയിരുന്നു. ഓക്കെ. ഇനി ഇപ്പം പിക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, 3-4 ഫ്രണ്ട്സ് ചേർന്നിട്ടാന്ന് വിചാരിക്കുക സ്റ്റാർട്ട് ചെയ്തു. അതങ്ങനെ വൈഡായി, ഒരു പഞ്ചായത്തിൽ നിന്നും വേറെ പല പഞ്ചായത്തിലേക്കായി, പല ജില്ലകളിലേക്കായി. അപ്പൊ അങ്ങനെ വൈഡ് ആകുമ്പോൾ ഇതിനൊരു ടീമും വേണം. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനായിട്ട് മെയിൻ ആൾക്കാർ പോവും വേണം, ഒരു ഇവാലുവേഷൻ.
ഒരു ഇവാലുവേഷൻ നടക്കണം. ഇവാലുവേഷൻ ഓഫ് ക്വാളിറ്റി അതും നടക്കണം. സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റുഡൻസിന് കൊടുക്കുന്ന സപ്പോർട്ട് സർവീസസ്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ അപ്രോക്സിമേറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഉണ്ടോ? ഈവൻ ടോയ്ലറ്റ് ഫെസിലിറ്റി ആണെങ്കിലും ശരി, പ്ലേ ഗ്രൗണ്ടിന്റെ ഫെസിലിറ്റി ആണെങ്കിലും ശരി, അങ്ങനെയുള്ള സപ്പോർട്ട് സർവീസസ് ഉണ്ടോ? അപ്പം അങ്ങനെ അതിന് വേണ്ടുന്ന റിസോഴ്സസ് എന്താണ്, എത്ര വരും, കരിക്കുലം എസ്റ്റിമേറ്റ് എത്ര എമൗണ്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവര് ഇവാലുവേറ്റ് ചെയ്യും. ഇനി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് പബ്ലിക്കിന് വിസിബിൾ ആകുന്നത് എപ്പോഴാണ്? എഡ്യൂക്കേഷൻ നല്ല റിസൾട്ട് ഉണ്ടാവുമ്പോ. യെസ്, നല്ല റിസൾട്ട് ഉണ്ടാവുമ്പോൾ. അപ്പൊ ഈ റിയൽ ടെസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻഡിക്കേഷൻ ഇൻ ദ റിസൾട്ട്സ് ആണ്. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അത് കാണാം. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവുമ്പോൾ, അപ്പം നമ്മളുടെ അടുത്ത് ചിലപ്പോൾ നമ്മളുടെ നൈബേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും, നമ്മുടെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ അതിനേക്കാൾ ചെറുതാണെങ്കിൽ ആ സ്കൂൾ എങ്ങനെ കൊള്ളാമോ, നല്ലൊരു സ്കൂളിൽ കുട്ടിയെ ചേർക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചോദിക്കാറില്ലേ? സോ ദാറ്റ് ലൈസ് വിത്ത് റിസൾട്ട്സിലാണ്. ഓക്കെ, ഇപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് പിക്കിള് തന്നു, നമ്മളത് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ആ എൻഡ് നമ്മൾ അത് ടേസ്റ്റ് കാണുമ്പോഴല്ലല്ലോ ക്വാളിറ്റി പറയണത് അല്ലെ, അത് നമ്മൾ യൂസ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് യെസ് ഇറ്റ്സ് ഗുഡ്, സൂപ്പർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ക്വാളിറ്റി അതിന്റെ എൻഡ് ഇൻ ടേംസ് ഓഫ് കൺക്ലൂഷനിലാണ്, ആ എൻഡ് റിസൾട്ടിനാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പല കാര്യങ്ങളും പല ഏരിയ പല ലെവൽസിലൊക്കെ വരും എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് എന്നല്ല, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടിയും പല ലെവൽസിലായിരിക്കും ഈ പറയുന്ന ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പോകുന്നത്. ഓക്കെ, പിന്നെ ത്രൂ എഡ്യൂക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈവൻ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നും അല്ല ഇരിക്കുന്നത്. ഇറ്റ്സ് വൈഡ്, അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ചത് നമ്മൾ അപ്ലൈ ചെയ്ത് അതിനൊരു റിസൾട്ട് വരുമ്പോഴാണ് അത് കംപ്ലീഷനിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, പല ഏരിയയിൽ നിന്നും ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് കിട്ടുന്നുണ്ട്. നമ്മൾ ടി വിയിൽ കാണുന്നു, ഒരു മൂവിയിലൂടെ കാണുന്നു ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ്, നമ്മൾ റേഡിയോ പ്രോഗ്രാമിലൂടെ കേൾക്കുന്നു, യൂട്യൂബ് വീഡിയോസിൽ കാണുന്നു, മാഗസീൻസിലൂടെ വായിക്കുന്നു. അങ്ങനെ നമുക്ക് ഹെൽത്ത് അവയർനെസ് തരുന്ന പല പല മെസ്സേജുകളും പല ഏജൻസികളും ഉണ്ട്, ബുക്സ് ഉണ്ട്, അങ്ങനെ ഏജൻസികളൊക്കെ ഉണ്ട്. അത് ഞാൻ അറിഞ്ഞു എന്ന് കരുതി ഞാൻ ഹെൽത്തി ആകുന്നില്ല. അത് അറിഞ്ഞിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ അത് ഹെൽത്തി ആവുന്നത് അല്ലെ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വാട്ട് ഐ നോസ്, ഇറ്റ് മീൻസ് ദാറ്റ് വാട്ട് ഐ ഡു അല്ലെ. ഞാനത് അറിഞ്ഞു എന്നുള്ളതല്ല, അത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ്, അതിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. നമ്മൾക്കതെല്ലാം അറിയാം എന്നുള്ളതല്ല, നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നു അല്ലെ. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിച്ചു, ബട്ട് അത് പേപ്പറിൽ വരണം, അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സെയിം തന്നെ പല കാര്യങ്ങളും. ഇപ്പം നമ്മളിപ്പോ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു, അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരുടെ കമ്മിറ്റ്മെന്റ്, അവർ കാരണമാണ് നമ്മൾക്ക് ഇപ്പോഴുള്ള ഒരു രീതിയിലുള്ള ലൈഫ് വന്നത്. നമ്മുടെ പല കാര്യങ്ങളിലും എക്കണോമിക് സ്റ്റാറ്റസ് കുറഞ്ഞവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, അതുപോലെ തന്നെ ജോബില് പല രീതിയിലുള്ള റിസർവേഷൻ ക്രൈറ്റീരിയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത് ആ ഒരു ഫ്രീഡം കിട്ടിയതിന് ശേഷമാണ്. പിന്നെ എല്ലാവർക്കും പഠിക്കാനുള്ള ആ ഒരു റൈറ്റ്, അതെല്ലാം മീറ്റ് ചെയ്തതിനൊക്കെ ശേഷമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ത്രൂ എഡ്യൂക്കേഷനാണ്. ചില കുട്ടികൾ ക്ലാസ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ വീട്ടിൽ വന്ന്, അത് കൊച്ചു കുട്ടികളാണ് കൂടുതലായിട്ടും, വന്നിങ്ങനെ പറയില്ല, അയ്യോ ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് ഇത് എന്നൊക്കെ പറയും. ചിലപ്പോ EVS കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് കുറെ കൗതുകം ആയിരിക്കും. അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. സോ ദേ ഓൾ നോയിങ് ഓൾ ദീസ് ഇൻഫർമേഷൻ ത്രൂ എഡ്യൂക്കേഷൻ. അല്ലാണ്ട് വീട്ടിൽ ഒരാളിരുന്ന് രാവിലെ 10 മണിക്ക് ഫ്രീഡം
ഫൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഇന്ത്യക്ക് എങ്ങനെ ഫ്രീഡം, അങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് മോറൽ വാല്യൂസ് കിട്ടുന്നുണ്ട്, ഡെഫിനറ്റ്ലി അത് കിട്ടുന്നുണ്ട്. ബട്ട് അവർ ഈ പറയുന്ന എല്ലാ ഏരിയയിലും ജസ്റ്റിസ്, എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ഗുഡ്, ഈവിൾ, അതെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പിന്നെ കമ്മിറ്റ്മെന്റ്, സിവിക് റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്. We people are taking all the resources from the mother nature. മദർ നേച്ചറിൽ നമ്മൾ എല്ലാ റിസോഴ്സസ് എടുക്കും. തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, തിരിച്ച് ആ നേച്ചറിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് കിട്ടുന്നത് ത്രൂ ദിസ് എഡ്യൂക്കേഷൻ ആണ്. അല്ലാതെ വയലൻസ്, അജിറ്റേഷൻ, ക്രൈം, ഇതൊന്നും അല്ല എഡ്യൂക്കേഷനിലൂടെ വരുന്നത്. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വൈസ് കൺസ്യൂമർ ആണ്, അല്ലെ? ദാറ്റ് മീൻസ് കൺസ്യൂം ചെയ്യുന്ന ഒരാള്. അതുപോലെ തന്നെ കെയറിങ്, കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എപ്പോഴും ഒരു ഫാക്കൾട്ടിയുടെ ക്വാളിറ്റി പറയുമ്പോൾ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇമോഷൻസ് ആണെങ്കിലും അവർക്ക് ആ ഇമോഷണൽ രീതിയിലും ഇന്റലക്ട്, അതായത് വികാരപരമായിട്ടും വിവേകപരമായിട്ടും ശരി ഏതൊക്കെ സമയങ്ങളിൽ പെരുമാറണം എന്നുള്ളതിന്റെ ബാലൻസ്, ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി, ബോത്ത് ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി ബാലൻസ് ചെയ്ത് പെരുമാറാനായിട്ട് ഒരു ടീച്ചർക്ക്, ഒരു ഫാക്കൾട്ടി, ഒരു ഫെസിലിറ്റേറ്റർ, ട്യൂട്ടർ, ഹൂവർ ഇറ്റ് ഈസ്, അവർക്ക് പറ്റണം എന്നാണ് പറയുന്നത്. സോ ആ രീതിയിലുള്ള ഒരു കേപ്പബിൾ പേഴ്സണാലിറ്റി ആയിരിക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ടു ദ സൊസൈറ്റി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതൊക്കെ സെമിനാർ എടുത്താൽ നല്ല രസമായിരിക്കും ഞാൻ പറയുന്നതിനേക്കാളും. പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ. നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് എനിത്തിങ് യു ക്യാൻ റിലേറ്റ് വിത്ത് ദിസ്, പ്ലീസ് ഫീൽ ഫ്രീ ടു ഷെയർ. ഓക്കെ, പറഞ്ഞോളൂ. ടൈം ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട, നമ്മൾ എക്സ്ട്രാ ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു അഡ്വാൻസ്ഡ് ടാലന്റ് അങ്ങനെയുള്ള ഒരാള്, ഈ നമ്മളൊരു എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ നമ്മളൊരു ഫെസിലിറ്റേറ്റർ, ഒരു ട്യൂട്ടർ, ഒരു ട്രെയിനർ ഒക്കെ ആകുമ്പോ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു പാഷനാണത് നമ്മളുടെ ഒരു സാറ്റിസ്ഫൈയിങ് കരിയറായി മാറുകയും ചെയ്യണം. ഒരു സെൽഫ് വർത്ത് നമ്മൾ പറഞ്ഞിരുന്നു, സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എല്ലാം വരണം. അതിപ്പോ ഒരു ടീച്ചറിന് മാത്രമല്ല, എല്ലാ ഇൻഡിവിജ്വലിനും അത് വരേണ്ടതാണ്. മറ്റുള്ള തിരിച്ച് മ്യൂച്വൽ റെസ്പെക്ട്, മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യാവുന്ന രീതിയിലും ഉള്ള, പിന്നെ ഒരു ടീച്ചറിന്റെ മുന്നിൽ വേരിയസ് ട്രഡീഷൻസ്, ബിലീഫ്, കൾച്ചർ ഉള്ള ആളുകളായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവരെ എല്ലാം റെസ്പെക്ട് ചെയ്യാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസ്പെക്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്, ആളുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയാം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ അതിലേക്ക് വരുന്ന ആ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയിൽ ഇതെല്ലാം വരുന്നുണ്ട്. ആ ഒരു എഡ്യൂക്കേറ്ററിന്റെ മുബീന പറഞ്ഞതുപോലെ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടിയുടെ കാര്യങ്ങളും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആണെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ഏരിയയിൽ പോകുന്നു എന്ന് പറയുന്നതിൽ ഒരു ഫാക്ടറാണ് അവിടുത്തെ ടീച്ചേഴ്സ്. പിന്നെ ബാക്കി അവിടുത്തെ ഫെസിലിറ്റീസ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, അങ്ങനെയെല്ലാം വരും. ഇതൊരു പാരഡൈം ഷിഫ്റ്റ് പോലെയാണ്. പണ്ടത്തെ കുറെ ട്രഡീഷണൽ നോംസും ബിലീഫ്സ് ഒക്കെ ഉണ്ടാകും, അതെല്ലാം അപ്ഡേറ്റഡ് ആകണം. ഇതിപ്പോ ഈ വർഷത്തെ ഒരു ഇതായിരിക്കണം എന്നില്ല, നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ വരുമ്പോൾ, ഓരോ അക്കാദമിക് ഇയർ വരുമ്പോഴും ഇവര് അപ്ഡേറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റുഡൻസിന് എന്താ ചെയ്യേണ്ടത്? അവരെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അതിനെ ട്രിഗർ ചെയ്ത് കൊടുക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക, കത്തിച്ചു കൊടുക്കുക. APJ അബ്ദുൽ കലാം സാർ പറയുന്നതും അത് തന്നെയാണ്, ഇഗ്നൈറ്റ് ദെയർ പൊട്ടൻഷ്യൽ. അവരുടെ ആ സ്കില്ലിനെ അങ്ങ് കത്തിച്ചു വിടുക, ട്രിഗർ ചെയ്യുക. ആ ഡ്യൂട്ടിയാണ് നമുക്കുള്ളത് ശരിക്കും. ഡെവലപ്പ് ദ സ്കിൽസ് ഓഫ് ദ സ്റ്റുഡൻസ്, അതാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ്, കോപ്പറേഷൻ, റെസ്പോൺസിബിലിറ്റി, റെക്കഗ്നീഷൻ, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുവാണ്. ടീച്ചേഴ്സ് അവിടെ ഇംപ്രൂവ് ആകുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഇംപ്രൂവ് ആകുന്നു, കോപ്പറേഷൻ, അവിടുത്തെ കോപ്പറേഷൻ എന്ന് പറഞ്ഞറിയാലോ, ആളുകൾ തമ്മിലുള്ള സഹകരണം നമ്മൾ പറയുന്ന പോലെ. പിന്നെ റെസ്പോൺസിബിലിറ്റി, എല്ലാം ഇംപ്രൂവ് ആകുമ്പോഴാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യുന്നത്.
അപ്പൊ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് പല പല ഒരു മരത്തിന് കുറെ ബ്രാഞ്ചസ് ഉള്ളതുപോലെ പല ഏരിയയിലേക്കും അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുവാണ്. ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്, അതായത് അവിടെ ടീച്ചറും ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ പ്രസന്റ്ലി ഉള്ളത് ടീച്ചേഴ്സും കുട്ടികളുമാണ്. അപ്പൊ ആ ടീച്ചർക്ക് പറ്റുന്ന ഒരു ആംബിയൻസും ആയിരിക്കണം. അതുപോലെ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു എൻവയോൺമെന്റ് ആംബിയൻസ് ഉള്ളതായിരിക്കും. അപ്പൊ അതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ അതിനെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഈ ഒരു ടോപ്പിക് 2 പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇതൊന്ന് റീഡ് ചെയ്തിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ, എക്സ്പാൻഡ് ചെയ്ത് പറയാൻ ഞാൻ റെഡിയാണ്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ ആരെങ്കിലും വരുന്നുണ്ടോ മുന്നോട്ട്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ പറയുന്നത് റേഡിയോ പോലെ പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. യെസ്, ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ അതിന്റെ കുറെ വൈഡ് ഏരിയയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതും അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ രീതികളും പിന്നെ ഇവിടെ കസ്റ്റമർ അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസിന്റെ നീഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യണം, സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കണം, എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, അതാണ് ക്വാളിറ്റി മാനേജ്മെന്റിൽ നടക്കുന്നത്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു. ഒരു ബാച്ച് ഇറങ്ങുമ്പോൾ കുറെ കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകാം, നെക്സ്റ്റ് ബാച്ച് ആകുമ്പോൾ അത് പരിഹരിക്കണം എന്ന് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. സ്റ്റുഡൻസ്, ഫാക്കൽറ്റി, അഡ്മിനിസ്ട്രേഷൻ, എക്സാമിനേഷൻ സിസ്റ്റം ഉണ്ട്, കരിക്കുലം ഡെവലപ്മെന്റ് ഉണ്ട്, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. അതല്ല, അപ്പൊ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൾച്ചർ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ കോളേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തൊരു മാറ്റം എന്ന് നമ്മൾ പറയാറില്ലേ, സെയിം തന്നെ ഇതിങ്ങനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. നമ്മൾക്കറിയാം പല ബിസിനസ് ഓർഗനൈസേഷനിലും ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ഞാനൊരു കൺസ്ട്രക്ഷൻ ഫേമിലെ പർച്ചേസ് മാനേജർ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു ക്വാളിറ്റി മാനേജർ ഉണ്ട്. സാറ് സൈറ്റ് വിസിറ്റ് ചെയ്യും, യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഓക്കെയാണോ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് വരുമ്പോൾ പോയി വിസിറ്റ് ചെയ്യും, അത് യൂസ് ചെയ്യുന്ന സിമെന്റ്. സാറിന്റെ ജോബ് അതായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആള് വേറൊരു കാര്യം കൂടി ചെയ്യുമായിരുന്നു. ബാക്കി സ്റ്റാഫിനെയൊക്കെ നല്ലപോലെ എൻഗേജ് ചെയ്യിക്കും. അതേതോ ഇപ്പൊ അസിസ്റ്റന്റുകളാണെങ്കിലും ശരി, അവരെ നല്ലപോലെ എൻഗേജ് ചെയ്യിക്കും. കാരണം വെച്ചാൽ സാറിനറിയാം ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് മീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഏരിയയിലും ക്വാളിറ്റി നല്ല ഈസി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ നല്ല രസമായിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പേഴ്സണലി സംസാരിച്ച് അങ്ങനെയൊക്കെ എല്ലാം വിലയിരുത്തി അതിന് വേണ്ടി എന്തെങ്കിലും സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നു. ഒരു ക്വാളിറ്റി മാനേജർ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലും ഇതിന്റെ ക്വാളിറ്റി നോക്കാൻ അതിനനുസരിച്ച് അതിനൊരു മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും കാണും. ഓക്കെ, ഈ ചേഞ്ചസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് സൊസൈറ്റിക്ക് വരുന്നവരെല്ലാം ഒരു പ്രൊഡക്റ്റീവ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന പറയുന്ന പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് അതാണ് ഇവിടെ വരുന്നത്. അല്ലാതെ റോബോട്ട് പോലെയുള്ളവരോ അങ്ങനെയുള്ള രീതിയിലുള്ള കുട്ടികളല്ലല്ലോ നമുക്ക് വേണ്ടത്. പ്രൊഡക്റ്റീവ് ആയിരിക്കണം അവർക്ക് എന്ത് ചലഞ്ചസും അവർക്ക് ഫേസ് ചെയ്യാനും സോൾവ് ചെയ്യാനും. പ്ലാൻ എ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ടായിരിക്കണം. ആ രീതിയിൽ കൺഫ്യൂഷൻസ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇന്നലെ നവോദയ സ്കൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു നേഷന്റെ ഇപ്പം APJ സാറൊക്കെ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിലാണ്, ചെറിയ ആ തലമുറകളിലാന്ന് പറയുന്ന പോലെ ഒരു നാഷണൽ കൺസേൺ ആണ്
എഡ്യൂക്കേഷൻ, ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ അത് നടക്കുള്ളൂ. അങ്ങനെയൊക്കെ ഗാന്ധിജിയുടെ കുറെ കോട്സ് ഒക്കെ ഉണ്ടല്ലോ. പലരും എഡ്യൂക്കേഷൻ ആണ്, അതൊരു വെപ്പണാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെ ക്ലാസ് റൂമിൽ തോട്ട് ഫോർ ദ ഡേയിലൊക്കെ ഇങ്ങനെയുള്ള കോട്ടുകൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വെപ്പൺ ശരി തന്നെയാണ്, ഒരു വെപ്പൺ തന്നെയാണ്, അതൊരു നാഷണൽ കൺസേൺ ആണ്. ഓക്കെ, ആ ഒരു ഇന്റർനാഷണൽ ഡയമെൻഷനിലേക്ക് പോകുന്ന ഒരു നാഷണൽ കൺസേൺ. ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ആ മൂവിയില് ടെററിസ്റ്റ് ആയിട്ട് ഒരാള്, അയാളൊരു ഹ്യൂമൻ ബോംബ് എന്നുവെച്ചാൽ അയാള് മരിക്കാൻ തന്നെ വരികയാണ്. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്ന ആളെ നശിപ്പിച്ചിട്ട് മരിക്കണം, ആ ഒരു ഉദ്ദേശത്തിൽ വരിക. അപ്പൊ അങ്ങനെ റിപ്പബ്ലിക് ഡേയിൽ എങ്ങാണ്ട് രാഷ്ട്രപതി ഭവനിൽ കയറി അവിടെ അയാളുടെ ബോഡിയിൽ ബോംബ് ഫിക്സ് ചെയ്തിട്ട് അവിടെ പോയിട്ട് മരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അയാൾ വരുന്നത്. അയാൾക്ക് ഒട്ടും കൺസേൺ ഇല്ല, ഒട്ടും എമ്പതി ഇല്ല, ഭയങ്കര ഒരു ക്രൂവൽ ചിന്താഗതി പോലുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഇയാൾക്ക് റിപ്പബ്ലിക് ഡേയുടെ അന്ന് അങ്ങോട്ട് എൻട്രി കിട്ടണമെങ്കിൽ ഇതിനൊക്കെ പാസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അയാളൊരു സാധു ഒരു പ്രൊഫസറിനെ എന്താ പറയാ, പ്രൊഫസറിനോട് വളരെയധികം ക്ലോസ് ആവുന്നു. അങ്ങനെ ആ പ്രൊഫസറുടെ വീട്ടില് സ്ഥിരം സന്ദർശകനാകുന്നു. അങ്ങനെ ആ ഒരു പ്രൊഫസറുടെ വൈഫും കുട്ടിയൊക്കെ ആയിട്ട് നല്ല പോലെയൊക്കെ ആയി കണക്ഷനായി. ഇങ്ങനെ മൂവിയുടെ പേര് പറഞ്ഞു ഞാൻ, പുറകെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിട്ട് റിപ്പബ്ലിക് ഡേ ആകാറായി. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഇവരുടെ ടീം, ഈ ടെററിസ്റ്റുകളുടെ ടീം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇയാളെ കിട്ടാതെ വന്നപ്പോ ഈ പ്രൊഫസറുടെ വീട്ടിലെങ്ങാണ്ടായി താമസം. കിട്ടാതെ വന്നപ്പോ പ്രൊഫസറുടെ വീട്ടിലേക്ക് നേരിട്ട് ചെല്ലുന്ന എന്തോ ഇയാളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ചെല്ലുന്നു. പക്ഷെ പ്രൊഫസറുടെ വൈഫിന് സംശയം തോന്നി, ചോദ്യം ചെയ്യുമ്പോഴേക്കും വൈഫിനെ അപ്പൊ തന്നെ അവര് കില്ല് ചെയ്യുക ചെയ്യുന്ന, ഷൂട്ട് ചെയ്തുകൊണ്ട് അവര് മരിക്കും. അവര് മരിച്ചു, അവരെ കൊല്ലുന്നു. അവരെ കൊന്നു കഴിയുമ്പോൾ പ്രൊഫസറും ഈ ഇയാളും കൂടെ തിരിച്ചു വരുമ്പോ കാണുന്നത് ഈ ലേഡി മരിച്ചു കിടക്കുന്നതാ. സോ പ്രൊഫസർക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ പ്രൊഫസർ പറയണത് ഈ മരണം ഇപ്പോൾ പുറത്തിറങ്ങിയാൽ, റിപ്പബ്ലിക് ഡേ ആവാറായി, അപ്പൊ ഒരു എന്താ പറയാ, മതപരമായ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ ആ ലേഡിയുടെ ക്രിമേഷൻ നടത്തുക. ഇത് കാണുമ്പോ ഈ ടെററിസ്റ്റ്, ഈ ഹ്യൂമൻ ബോംബ്, അയാൾക്ക് പെട്ടെന്ന് മനസ്സിലൊരു ചാഞ്ചാട്ടം, ഭയങ്കര ഒരു കൺസേൺ, ഒരു ഫീലൊക്കെ വരുവാണ് ഈ പ്രൊഫസറുടെ പെരുമാറ്റം. കാരണം അയാൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആ പ്രൊഫസർ. അപ്പം പുള്ളി പഠിച്ചതും പുള്ളി അപ്ലൈ ചെയ്ത കാര്യങ്ങളും പുള്ളി മുന്നിൽ വരുന്ന മനുഷ്യരെ കാണുന്ന രീതികളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. പിന്നെ അയാള് ഹെൽപ്പ് ചെയ്യുവാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാനായിട്ട്. പെട്ടെന്ന് അയാൾക്കൊരു ചേഞ്ചസ് വരുവാണ്. അത് ത്രൂ ശരിക്കും എഡ്യൂക്കേഷൻ, ആ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ആയത്. അധികം ബേസിക് എഡ്യൂക്കേഷൻ എന്തേ ഉള്ളൂ, പക്ഷെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ഗ്രഡ്ജായിരുന്നു, ഇങ്ങനെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പ്രൊഫസറുടെ രീതികൾ കാണുമ്പോൾ ഇയാൾക്ക് ചേഞ്ച് വരും. അപ്പൊ എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് മെനി തിങ്സ്, ഇറ്റ്സ് എ വെപ്പൺ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്, ശരിയായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളുടെ രീതികളും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളാണല്ലോ. അപ്പൊ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അത് ഫ്രം ദ ബിഗിനിങ്, ആ ചെറിയ ക്ലാസ് തുടങ്ങി കുട്ടികളെ അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. പണ്ടത്തെ കാലത്ത് അധികം പഠിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോകും, ചിലർ ബിസിനസ്സിലൂടെ വലിയ ഇതായി പോകും. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ ഒരു തിരിച്ചറിവ് കുട്ടികൾക്കും ഉണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ല, പണ്ട് എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു, കോമ്പറ്റീഷൻ മേ ബി കുറവായിരിക്കും, ചലഞ്ചസ് മേ ബി കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്, ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, പക്ഷെ കോമ്പറ്റീഷനും ഉണ്ട്, ചലഞ്ചസും ഉണ്ട്. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നേഷന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാത്രം ക്വാളിറ്റി അല്ല ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങുന്ന ആളുകൾ ആരുടെ സമ്പത്താണ്? ഒരു സൊസൈറ്റിയുടെ, ഒരു നേഷന്റെ ഒരു പ്രോഡക്ട്സ് ആണ് അല്ലെ. അപ്പൊ ഒരു നേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ദാറ്റ് മീൻസ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനും പറ്റും. ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി കുറെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന കുട്ടികൾ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഓരോ ചെറുത് തുടങ്ങി വലിയ യൂണിവേഴ്സിറ്റികൾ വരെയുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് നടക്കുമ്പോൾ അത് ഒരു രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറുവാണ് അല്ലെ, അവരുടെ ഒരു അവർക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ആയി മാറുകയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് ഗ്രൗണ്ട് വർക്ക് അത് ഇങ്ങനെ ബ്രോഡ് ആയിട്ടുള്ള ചില ഒബ്ജക്ട്സ് അല്ല, ശരിക്കും ഒബ്ജക്റ്റീവ്സ് ആട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി, റൈറ്റ് ഒബ്ജക്റ്റീവ്സ് തന്നെ എടുക്കണം. എഡ്യൂക്കേഷൻ മസ്റ്റ് ബി സെറ്റ്. അപ്പൊ അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലെവലിലും, പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ചിലപ്പോ സ്കൂളുകളാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഉണ്ടാവും, ടെക്നിക്കൽ ബോർഡെന്നോ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡെന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബോർഡെന്നോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്, അങ്ങനെ ഓരോ ബോർഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബോർഡ്, CBSE, ICSE, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ബോർഡ് ആയിരിക്കും. പിന്നെ VHSE ഉണ്ടാകും. അങ്ങനെ ഓരോ ബോർഡ്, അതാണ് നാഷണൽ ലെവൽസിൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് അപ്പൊ അവർക്ക് ഇതിനുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. ഇന്ന കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം, കരിക്കുലത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എങ്ങനെ വരണം, കുട്ടികൾക്ക് എത്ര സമയം ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് എന്റർടൈൻമെന്റ് സെഷൻ വേണം, അവർക്ക് റെസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് ആയിട്ടുള്ള ക്ലീൻ വാട്ടർ, അങ്ങനെ പല കാര്യങ്ങളും. ഇതൊരു ബ്രോഡ് കാറ്റഗറി ആയിട്ട് പോകും. അപ്പം ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇനി അത് ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ പറയാണ്. സോഷ്യൽ എക്സലൻസ്, നമ്മളൊരു കൺട്രിയുടെ കൾച്ചർ, നമ്മൾ പറയാ നല്ല ഒരു ആ സ്കൂളിന്റെ ഡിസിപ്ലിൻ വളരെ നല്ലതാണ്. പണ്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഊട്ടിയിലെ സ്കൂള് ഭയങ്കര ഡിസിപ്ലിൻ ആണ്, അങ്ങനെ ഇങ്ങനെ പറയും. കോൺവെന്റ് സ്കൂൾ അങ്ങനെ ചില മാനേജ്മെന്റിന്റെ കീഴിൽ സ്കൂളുകൾ വരുമ്പോൾ അവിടെ ഭയങ്കര ഡിസിപ്ലിൻ ആണ്, അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ആ അങ്ങനെ ഒരു കൾച്ചർ ഫോം ചെയ്യുന്നു ഈ അപ്പൊ അത് നോക്കുമ്പോൾ ഒരു കൺട്രിയുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ബേസ് ലെവലിൽ ഉള്ള ഫൗണ്ടേഷൻ ആയിട്ട് നോക്കുവാണെങ്കിലും. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു സോഷ്യൽ എക്സലൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ചില വാല്യൂസ് ഉണ്ടായിരിക്കും. ഇത് തന്നെ നമ്മൾക്ക് ചില റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ചില പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും കുറെ ആദർശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടേതായ ചില ആദർശങ്ങളുണ്ട്, അവരുടേതായ ഒരു ചട്ടക്കൂട് ഉണ്ടായിരിക്കും, ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലും അവരുടെ ഒബ്ജക്റ്റീവ് ആ ഒരു എക്സലൻസ് വരണം. ചില നോംസ് ഉണ്ടായിരിക്കണം, ചില വാല്യൂസ് ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. അല്ലാതെ നമ്മുടെ ഒരു ട്രെയിനിൽ പോയ ഒരു സ്ഥലത്ത് ഫിസിക്കൽ എക്സസൈസ് സമ്മതിക്കില്ല, കുട്ടികളെ വീണ് മുറിവ് പറ്റും, പാരന്റ്സ് പ്രശ്നമാക്കുന്നു പറഞ്ഞു. അതല്ല, അതിനെ മാറ്റി വെച്ച് നിർത്തിക്കൊണ്ട് എന്തതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. അത് പാരന്റ്സുമായിട്ടൊരു ഓപ്പൺ മീറ്റിംഗ് വെച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം അവെയർ ആയിരിക്കണം കുട്ടികൾക്ക് ഫിസിക്കൽ എക്സസൈസ് എത്രത്തോളം നീഡാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ കാര്യമായ ഇഞ്ചുറി പറ്റാത്ത രീതിയിൽ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രിമൈസസ്, സ്കൂളിന്റെ സറൗണ്ടിങ്സ് ആക്കാം എന്നുള്ള രീതിയിൽ സ്കൂളും മാനേജ്മെന്റും PTA ആയിട്ട് തീരുമാനിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന വരുതി കുട്ടികളുടെ നീഡ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. അപ്പൊ അതാണ് സോഷ്യൽ എക്സലൻസ് വരുന്നത്. പല വാല്യൂസ്, ഇതിപ്പോ റിലീജിയസ് കാര്യങ്ങൾ പറയുവാണെങ്കിൽ പല രീതിയിലുള്ള ഇസ്ലാമിക് എത്തിക്സ്, ക്രിസ്ത്യൻ, ഹിന്ദു, സോഷ്യലിസം, അങ്ങനെ കുറെ ആ ഒരു റിലീജിയസ് ഇതിലെ ബിലീഫുള്ള രീതിയിലുണ്ട്. ഈവൻ ഞാൻ ഇതിനോട് കൂടി ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് അവർ ഓൺ ബിലീഫ്സ്, ട്രഡീഷൻസ്, whatever it is, we are following that, but at the same time we should strongly respect others also. ആ ഒരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം ത്രൂ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ കുട്ടികൾക്ക് പകർന്നു കിട്ടേണ്ടത്. അതൊക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം, അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല കാര്യമായിട്ട്. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഞങ്ങൾക്ക് KSUവും SFIയും ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഗ്രൂപ്പായിട്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര വഴക്കുകളും നടന്നിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ സെൻട്രൽ പഠിക്കുമ്പോൾ തൊട്ടിപ്പുറത്താണ് മഹാരാജാസ് കോളേജ്. അവിടെ KSU SFI പൊരിഞ്ഞടിയൊക്കെ നടക്കാറുണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റവരുണ്ടാവും, ആരാണ് ലോ കോളേജ്. അപ്പൊ അവിടെ എപ്പോഴും ഇങ്ങനെ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഭയങ്കര വയലൻസും പ്രശ്നങ്ങളും ഒക്കെയാണ്.
ബട്ട് സ്കൂൾ ലെവലിൽ ഞാനത് കണ്ടിട്ടില്ല. സമരം ഉണ്ടാകും ഇത് തന്നെ, പക്ഷെ സമരം വന്നു കഴിഞ്ഞാലും ആരും അങ്ങനെ എതിർക്കാരൊന്നുമില്ല. ഒരു അവധി കിട്ടുന്നു എന്ന് മാത്രമുള്ള തോട്ടേ ആ ഒരു ഏജിലെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രാന്തൊന്നും ഞാൻ സ്കൂൾ ലെവലിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ബിലീഫ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം പഠിപ്പിക്കുന്നത് ബ്രദർഹുഡ് ആണ്, എംപതി, ബ്രദർഹുഡ് തന്നെയാണ്. അല്ലാണ്ട് വയലൻസും അജിറ്റേറ്റ് ആയി സംസാരിക്കാന്നൊന്നും ആരെയും പഠിപ്പിക്കുന്നൊന്നുമില്ല. അതൊക്കെ വളരെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ മുതലെടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിലൂടെ ഈ ഒരു നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ വാല്യൂസിലൂടെ ഒരു എക്സലൻസ് ആണ് സൊസൈറ്റിയോട് നമ്മൾ ചെയ്യേണ്ട കമ്മിറ്റ്മെന്റിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കണം കിട്ടേണ്ടത്. ആ ഒരു നമ്മുടെ ബ്രദറാണ് അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് നമ്മൾ അവരിൽ കാണേണ്ടത് എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നാഷണൽ എക്സലൻസ്. ഓക്കെ, സോ അതില് അക്കാദമിക് എക്സലൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ പല ആക്ടിവിറ്റീസും റിലേറ്റഡ് വിത്ത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പലതും കാണിക്കും അല്ലെ. ആ ഒരു സെക്യുലറിസം കാണിക്കാനായിട്ട് പലപ്പോഴും ചിലപ്പോൾ സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്തും, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പ്രോഗ്രാം, സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടി ഒരു മിക്സ് ആണ് പലപ്പോഴും കാണുന്നത്. മിക്ക സ്കൂളിലെയും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസും ഫ്ലാഗ് ഹോസ്റ്റിങ്ങും അതും നടക്കാറുണ്ട്. പിന്നെ എന്താണ്, കുട്ടികൾ പഠിക്കുന്നത് ഈ സ്കൂളിലാണ്, കോൺവെന്റ് സ്കൂളിലാണ്. അവിടെ ഈ സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിന്റെ സമയത്ത് അവിടെ ഗുരുപൂജ എന്നും പറഞ്ഞവര് നടത്താറുണ്ട്. ഈവൻ തോ അതൊരു കോൺവെന്റ് സ്കൂൾ ആണെങ്കിലും ടീച്ചേഴ്സിന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത് അത് ഒന്നും അവർ റിലീജിയസ് ആയിട്ട് കണക്കാക്കുന്നില്ല. ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്നു. അതിനപ്പുറത്തെ റിലീജിയനുമായിട്ടൊരു കണക്ട് ഇല്ലേ. വിളക്കൊക്കെ കത്തിച്ചു വെച്ച്, വിളക്കില്ലെങ്കിൽ മെഴുകുതിരി, മട്ടവരെഴുതി ചെരാതോ വിളക്കോ മെഴുകുതിരി എല്ലാം കത്തിച്ചു വെക്കുന്നതാണ്. എല്ലാം വെച്ചിട്ട് ഇങ്ങനെ അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു, അവര് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു എക്സലൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂസ് ഇംപ്രൂവ് ചെയ്യാൻ ടീച്ചർ എന്താണ്, കുട്ടി എങ്ങനെ ടീച്ചറോട്, അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയോട് എങ്ങനെയായിരിക്കണം, ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് അവർ മനസ്സിലാക്കണം. ആ ഒരു ഇമ്പോർട്ടൻസ്. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടില്ല, എന്തുകൊണ്ട് അന്ന് ടീച്ചേഴ്സ് ഡേ, ആ ഒരു അവയർനെസ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ഫൈൻ. സോ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി നമ്മള് നാളെ കാണും. നാളെ സെമിനാർ ഉണ്ട്, പിന്നെ സാറ്റർഡേ ഒരു നൈറ്റ് കൂടെ ഉണ്ട്. സാറ്റർഡേ ആണെങ്കിൽ പകല് വെക്കണം, വൈവേ ഉണ്ടോ? മാം സാറ്റർഡേ 2:30 ക്ലാസ് ഇല്ല. സാറ്റർഡേ നിങ്ങൾക്ക് വൈവേ ഉണ്ടല്ലോ, കുറച്ചു പേർക്ക് വൈവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും വൈവേലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സാറ്റർഡേ ഉച്ചയ്ക്ക് വെക്കാം. സാറ്റർഡേ 3:30 വരെ അശ്വതി മിസ് വൈവ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആർക്കാ MP3 ആരെങ്കിലും വൈവ ടൈമിലുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. മാം എന്റെ പേര് രണ്ടാമതും വൈവേൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. റസിത മാം നോക്കിയിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞോളാം, വൈവയുടെ ലിസ്റ്റ് സോർട്ട് ചെയ്യുന്ന കുട്ടിയോട് പറഞ്ഞോളാം. ഞാൻ നോക്കട്ടെ, സാറ്റർഡേ നാളത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് സാറ്റർഡേ ഒരു സെഷൻ വെക്കാനായിട്ട് പറയും. മാം അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് മെയിൻ എക്സാം ആയിരിക്കും. കാരണം ഇതിന്റെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ വെക്കേഷൻ ആയിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇതിലിങ്ങനെ നിൽക്കുവാണ് സ്റ്റക്ക് ഔട്ട് ആയിട്ട്. എക്സാം മിക്കവാറും എന്തായാലും 10th മുമ്പ് എക്സാം നടത്തുന്നു. 10th കോൺവെക്കേഷൻ 10ാം തീയതി ഒക്കെ വരുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് 10th തന്നെയായിരിക്കും കോൺവെക്കേഷൻ. MP3 19th ആണെന്ന് തോന്നുന്നു. 19th ഒരു ട്യൂസ്ഡേ എന്തോ വരും. ട്യൂസ്ഡേ ആണോ? എനിക്ക് കറക്റ്റ് അറിയില്ല. 19 വേറൊരു ബാച്ച്. അവര് വെക്കുവാണെങ്കിൽ സാറ്റർഡേ സൺഡേ അങ്ങനെയാണോ? പക്ഷെ ഇങ്ങനെ ഒരു ഡേറ്റ് കേട്ടു, അതാണ് അറിയില്ല. മാം ഈ സാറ്റർഡേ 8 to 9 ക്ലാസ് ഉണ്ടല്ലേ? നൈറ്റ് ക്ലാസ് ഉണ്ട്. മാം PG-കാർക്ക് ഉള്ള എക്സാം ഇല്ലേ MT5ന്റെ, അത് ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ. ഡിപ്ലോമയുടെ കഴിഞ്ഞിട്ടാണോ വരിക PG-യുടെ എക്സാം MT5ന്? വിളിച്ചിട്ടുണ്ട്, ഞാൻ ക്ലാസ് കഴിഞ്ഞ സാറിനെ തിരിച്ചു വിളിക്കാനിരിക്കും. ഓക്കെ മാം. മോക്ക് ടെസ്റ്റിന്റെ ഒന്ന് ഇടണേ മാം. ഇടാം.
എന്താ പറയാ ലുധിയ ലിൻഡിയോ ആരാ ലിൻഡിയാണോ? മോക്ക് ടെസ്റ്റ് ആയിടാം. യെസ്. PRU യൂണിറ്റിന്റെ PRU ഒരു യൂണിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്? ആണോ ഉദ്ദേശിച്ചത്? ആയിരിക്കും. ഓക്കെ. അശ്വതി മിസ് ഇട്ടതല്ലേ? ഓക്കെ, ഇട്ടേക്കാം. ഓക്കെ ഫൈൻ. എനിക്ക് കോള് കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുക. ഞാനപ്പോ അത് ഓഫീസിൽ താങ്ക് യു മാം. സ്റ്റോപ്പ് Thank you, ചെയ്യാം. ma'am. മിസ് MT5ന്റെ കാര്യം ഒന്ന് ചോദിക്കണേ, ഞാൻ ചോദിക്കാം. മറന്നു പോവാതെ. ഇല്ല ചെയ്യാം. ഹലോ.